നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികളായ ആളുകൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള വെല്ലുവിളികളും നടത്തിയിട്ടും ആ സമൂഹത്തെ മുൻ സമൂഹങ്ങളെപ്പോലെ മുഴുവനായി അങ്ങ് തകർക്കാത്തത് എന്തേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറഞ്ഞതാണ്, നിന്റെ ഉമ്മത്തിനെ മുഴുവനായി നാം എന്ത് ചെയ്യൂല, നശിപ്പിക്കൂല. ഒന്ന്. രണ്ടാമത്തെ കാരണം പറഞ്ഞത് എന്താ അറിയോ? നീ അവരിൽ ഉണ്ടായിരിക്കുമ്പോൾ അവരെ നാം ശിക്ഷിക്കുന്നതല്ല. മറ്റൊന്ന് കാരണം പറഞ്ഞത് വഹും യസ്തഗ്ഫിറൂൻ ആണ്. ഇസ്തിഗ്ഫാർ അവരിൽ ഉള്ളിടത്തോളവും ശിക്ഷിക്കുകയില്ല. അപ്പോൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്ത് ആ സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ വഫാത്തായി പോയി. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്കിടയിൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലുമൊക്കെ നിർവഹിക്കും. അപ്പൊ ഇസ്തിഗ്ഫാർ കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്നുണ്ട്. ലോകം നശിപ്പിക്കപ്പെടാതെ, ചൂടും തകർക്കപ്പെടാതെ നമ്മുടെ ഇസ്തിഗ്ഫാറിന് അത്രയും വിലയുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം എന്ന കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ അവർ ശിക്ഷയാണ് ആവശ്യപ്പെടുന്നത്, അതിന് മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ ഈ തിരക്ക് കൂട്ടുന്നതിൽ ചിലത് നിങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ ഇതാ വന്നേക്കാം, നിങ്ങൾ കാത്തിരുന്നോളിൻ. അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ബദറിൽ ഒരുപാട് നേതാക്കന്മാര് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ അവരൊക്കെ വീണല്ലോ. 70-ഓളം നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ചിട്ട് ശിക്ഷിക്കും പോലെ എന്ന് പറയും പോലെയാണ് ബദറിന്റെ പൊട്ടക്കിണറ്റിലേക്ക് ശവശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ടത്. അവരാരും കണക്കൂട്ടിയൊന്നുമല്ല. ബദറിലേക്ക് അർമാദിച്ച് കള്ളും കുടിച്ച് അറുക്കാനുള്ള ഒട്ടകത്തെയും തയ്യാറാക്കി പാട്ട് പാടി ഡാൻസ് ആടാൻ വേണ്ടി തരുണീമണികളെയും ഒപ്പം കൂട്ടിയിട്ടാണ് അബൂജഹലും പാർട്ടിയും പുറപ്പെട്ടത്. പക്ഷേ തിരിച്ചു വരാൻ അബൂജഹൽ ഉണ്ടായില്ല. അവന്റെ ശവം, ചീഞ്ഞളിഞ്ഞ ശവം പൊട്ടക്കിണറ്റിൽ അഴുകി. അങ്ങനെ അവിടെവിടെയായി പലർക്കും നേതാക്കന്മാർക്കുമൊക്കെ ആയിക്കൊണ്ടുള്ള ശിക്ഷകൾ കണ്ടു, അതവരനുഭവിച്ചു. ഇവരൊക്കെ തന്നെ ഇത് ആവശ്യപ്പെട്ടതും അതാ പറയുന്നത്, ഖുൽ അസാ അൻ യകൂന റദിഫ ലക്കും ബഅദുല്ലദീ തസ്തഅജിലൂൻ വഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസി വഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ രക്ഷിതാവ് ലദൂ ഫദ്ലിൻ അലന്നാസ് ജനങ്ങളുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ്. ലദൂ ഫദ്ലിൻ ഔദാര്യമുടയവനാണ്. അലന്നാസി ജനങ്ങളുടെ മേൽ, ജനങ്ങളുടെ മേൽ ഒരുപാട് ഫദ്ല് ഔദാര്യം കൊടുക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് എല്ലാവരെയും പടച്ചും കൂടെ പെട്ടെന്നാണ് ശിക്ഷിക്കുന്നൊന്നുമില്ല. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ റബ്ബ് ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ഓരോരുത്തരും തെറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് പിടിച്ച് ശിക്ഷിക്കുകയാണ് എന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ ഈ ഭൂമിയുടെ പുറത്ത് ഒരൊറ്റ ജന്തു ഇവിടെ സഞ്ചരിക്കൂല എന്നാ പറഞ്ഞു. പിന്നെന്താണ്? അള്ളാഹു ഒരു അവധി ഇങ്ങനെ നീട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ അവധി തീരും വരെ അർമാദിച്ച് അങ്ങനെ നടക്കട്ടെ. പിന്നൊരു പിടുത്താണ്. പിന്നെ അതിൽ നിന്ന് കുതറി മാറാൻ അവർക്ക് കഴിയുകയില്ല. വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിഅജാലഹും ബിൽ ഖൈരി ലഖുദിയ ബൈനഹും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഈ തിരക്കൂട്ടുന്നത് പോലെ, ഖൈറിന് തിരക്കൂട്ടുന്നത് പോലെ അവർ ഷർറിന് തിരക്കൂട്ടാണ്. ആ ഷർറാണ്ട് വന്നാൽ അവർ അഡ്രസ്സ് കാണൂല ഇവിടെ. വലൗ യുആഖിറുല്ലാഹു الناس ബിളുൽമിഹിം മാ തറക അലാ ളഹരിഹാ മിൻ ദാബത്തിൻ. അങ്ങനെയും അല്ലാഹു തആല പറഞ്ഞു, ജനങ്ങൾ ചെയ്യുന്ന തിന്മകൾക്ക് അപ്പപ്പോൾ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഭൂമിപ്പുറത്ത് ഒന്നിനെയും അവൻ ബാക്കി വെക്കുമായിരുന്നില്ല. പിന്നെ റബ്ബിനൊരു സുന്നത്തുണ്ട്, ഒരു ചര്യയുണ്ട്. അതെന്താണ്? ഒരവധി വരെ അവസരം നൽകുന്നു, പിന്നീട് അവരുടെ നാശമുണ്ടാകും. അപ്പൊ ഈ ലോകത്ത് എത്ര തന്നെ ധിക്കാരികളും തെമ്മാടികളുമൊക്കെ അവരുടെ എല്ലാ വിധത്തിലുള്ള അതിരുവിട്ട ധിക്കാരങ്ങളും തെമ്മാടിത്തങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴും അവരും ചിന്തിക്കണ്ട, അവരെ കാണുന്നവരും ചിന്തിക്കണ്ട എന്ത്, ഇതൊക്കെ ഇപ്പോൾ എന്താ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് എന്നൊന്നും ആരും അവരും വിചാരിക്കണ്ട. അവരെങ്ങനെ കണ്ടിട്ട് എന്തിപ്പോൾ ഇതൊക്കെ എങ്ങനെയെന്ന് നമുക്കും നിരാശ തോന്നണ്ട. അത് നമ്മളോട് സുബഹിക്ക് പിന്നെ പ്രഭാതത്തിൽ സുബഹിന്റെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട 11 ആയത്തിലൊരായത്ത് അതാണല്ലോ. ഡെയിലി അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഇങ്ങനെയൊക്കെ ഈ അള്ളാഹ്ക്കെതിരെ ധിക്കാരം പറഞ്ഞിട്ട് എന്താണ് ഈ കാഫറുകൾക്ക്, ഈ സത്യനിഷേധികൾക്ക് ഇത്രയും സൗകര്യങ്ങളാണല്ലോ ഭൂമിയിൽ. നമുക്കൊക്കെ തോന്നലുണ്ട്, എന്താ അള്ളവരെങ്ങനെ കയറൂരി വിടുന്നത്?
എന്തേ ഇത്രത്തോളം നാടൊട്ടാകെ അരാജകത്വങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ രൂപത്തിൽ പടർത്തിയിട്ടും എന്തേ ഇവരെയൊക്കെ ഇങ്ങനെ പിടിച്ചു കെട്ടാതെ അങ്ങനെ റബ്ബ് നിർത്തുന്നത്? നമ്മളൊക്കെ മനസ്സിൽ തോന്നല്ലേ? അല്ലാഹു തആല ആ സൂറത്ത് ആല ഇംറാനിൻ്റെ അവസാനത്തെ 11 ആയത്തുകളിൽപ്പെട്ട നമ്മൾ എന്നും പാരായണം ചെയ്യേണ്ടുന്ന സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റാൽ സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൂട്ടത്തിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ സുബഹിക്ക് മുമ്പൊക്കെ എഴുന്നേൽക്കുമ്പോൾ ആ എഴുന്നേറ്റിരുന്നിട്ട് കണ്ണൊക്കെ അങ്ങനെ ഉറക്കച്ചടവൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് കൈകൊണ്ടൊക്കെ ഇങ്ങനെ തടവി, പിന്നെ ഉറക്കത്തിൻ്റെ അടയാളങ്ങളൊക്കെ നീക്കുന്ന നിലക്കൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് തടവിയിട്ട് സൂറത്ത് ആല ഇംറാന്റെ അവസാനത്തെ 11 ആയത്ത് പാരായണം ചെയ്തിരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വല്ലർളി എന്ന് തുടങ്ങി യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് വരുന്നത് എല്ലാവരും പഠിക്കണം. ഇവിടെ ആരെങ്കിലും അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ സൂറത്ത് ആല ഇംറാൻ എടുക്കുക. ഖുർആനിലെ 3-ാമത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ ആ 11 ആയത്തുകളാണ് നമ്മൾ മനപ്പാടാക്കുക. മനപ്പാടമാകുവോളം നമ്മുടെ മൊബൈൽ ഫോണിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അലാറം അടിച്ചു കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഈ 11 ആയത്ത് ഓതിയിട്ട് നീറ്റ് പോയാൽ മതി. അത് നമ്മൾ ചെയ്യണം. അതിലൊരു ആയത്ത് പറയുന്നുണ്ട്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം. വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ലാ യഗുറന്നക നിന്നെ ചതിക്കാതിരിക്കട്ടെ, കണ്ടിട്ട് നീ വഞ്ചിതനാവരുത്. എന്ത്? തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, അവിശ്വാസികളായ ആളുകൾ നാടൊട്ടാകെ വിഹരിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. എന്തവരൊക്കെ ഇങ്ങനെ ഓടുന്നത്? അള്ളാഹ് എന്താ അവരെ കണ്ടിട്ടില്ലേ? എന്തവരൊന്നും പിടിച്ച് കെട്ടാത്തത്? അതൊന്നും കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവണ്ട. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ. നമ്മളോട് പറയണല്ല, എടോ ഇതൊക്കെ കുറഞ്ഞ കാലത്തെ സുഖയുള്ളൂ, ഇതൊന്നും എന്നും ഉണ്ടാവില്ല. ഈ അർമാദിക്കലും കുതിക്കലും അഹങ്കാരവും ധിക്കാരത്തിന്റെ വാക്കും പ്രവൃത്തിയൊന്നും അധികകാലം ഓടൂല. ഇത്ര ധിക്കാരികൾ ലോകത്ത് കഴിഞ്ഞു പോയി. ആരാ ഇവിടെ ഭൂമിയിൽ ഇപ്പം എന്നുള്ളത്? ഞാനാ പടച്ച റബ്ബ്, ഞാനാ നിങ്ങളുടെ ഇലാഹ് എന്നൊക്കെ പറഞ്ഞോ ഫറോവ. അവിടെ മുതൽക്ക് വലിയ മുതലാളി, എൻ്റെതൊക്കെ തന്നെയാണ്, ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ ഖാറൂൻ മുതലാളി എവിടെ പോയി? നമ്മൾ നടക്കുന്ന ഭൂമിക്കകത്ത് അവരൊക്കെ ഉണ്ട്. അപ്പൊ മത്താവും ഖലീൽ, കുറഞ്ഞ കാലത്തെ സുഖേ കിട്ടുള്ളൂ. അത് നമുക്കും പാടാണ്. നമ്മളോടുകൊണ്ട് അതിൽ ചില നിർദ്ദേശങ്ങൾ രാവിലെ തന്നെ. അതെന്താ? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഇപ്പൊ എനിക്ക് സുഖത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോകണു. ഓർക്ക് എന്നും ദാരിദ്ര്യവും ശമ്പളവും ഇല്ല, സാലറി ഇല്ല, ഒരിക്കൽ സുഖമല്ല. ഞാൻ ഇപ്പം നിസ്കരിച്ചിട്ടൊന്നുമല്ലല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തോടെ സുഖമായിട്ട് ജീവിക്കുന്നു. ആഹാ, മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം. കുറഞ്ഞ കാലത്തെ സുഖമുള്ളൂടോ. അതൊക്കെ കുറഞ്ഞ കാലത്തെ സുഖമാണ്. ഞാൻ അള്ളാനെ ധിക്കരിച്ചിട്ടും നിനക്ക് ഇവിടെ അങ്ങനെ സുഖം അല്ലാഹ് തരുന്നത് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. മതാഉൻ ഖലീൽ, അത് കുറഞ്ഞ കാലത്തേക്കുള്ളൊരു സുഖം മാത്രമാണ്. സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ ചെന്ന് ചേരാനുള്ള അഭയകേന്ദ്രം ഏതന്നെയാണ്? നരകം തന്നെയാണ്. ബിഇസൽ മിഹാദ്. എത്ര ചീത്തയായ സങ്കേതാണത്. അത് നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാ ഞാൻ പറയുന്നത്,